ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഭർത്താവിനെ പറ്റി മോശം പറഞ്ഞ ഞാൻ ക്ഷമിക്കില്ല. നീ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് വന്ന് പൂർണിമയോട് നിനക്കും അഷിക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നും ആ ബന്ധത്തിന്റെ പേരിൽ ഒരു പരിഗണനയും വേണ്ടെന്നും പറഞ്ഞോണം. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. അഷി, മോളെ അഷി, ദുർഗയുടെ തനിന്തരം നിങ്ങളെല്ലാം ഇപ്പൊ നേരിട്ട് കണ്ടല്ലോ. പൂർണിമ ചേച്ചി അവൾക്കും കിരണിനും ചടങ്ങ് ചെയ്യാൻ തുടങ്ങിയപ്പോ യാതൊരു മടിയും കാണിക്കാതെ അവള് ചെന്നത് കണ്ടില്ലേ? അത് ശരിയാ നാത്തൂനെ, വേണ്ട നമുക്ക് പറയാറുന്നില്ലേ? തള്ള ചത്തേന്റെ കൂടെ ആ നാശം കൂടി ചത്തുപോയാ മതിയായിരുന്നു. വിഷപ്പാമ്പിനെയാണല്ലോ നമ്മൾ ഇത്രയും കാലം പാല് കൊടുത്ത് വളർത്തിയത്. ഈ പൂർണിമയ്ക്ക് എന്താ കിരണിനോടും ദുർഗയോടും ഇത്ര താല്പര്യം എനിക്ക് മനസ്സിലാവാത്തത്? അതെ, എല്ലാത്തിനും കാരണം ദുർഗയാ. ദുർഗയും കിരൺ ഇവിടെ താമസിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. മോളെ, ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ സമാധാനിക്ക്. എങ്ങനെ സമാധാനിക്കാൻ അമ്മ പറയുന്നേ? എല്ലാവരുടെ മുന്നിൽ ഞാൻ ഷൈൻ ചെയ്ത് നിൽക്കേണ്ട എല്ലാ അവസരങ്ങളും അല്ലേ എനിക്ക് നഷ്ടാവുന്നേ. ഇന്നിവിടെ നടന്ന ചടങ്ങിൽ പോലും ഞാൻ 2ാം സ്ഥാനക്കാരിയായി പോയില്ലേ? ഇതൊന്നും അധികം നാളെ നിൽക്കില്ല അഷി. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. പറ്റില്ല അപ്പച്ചി. ഞാനോ ദുർഗയോ ആരെങ്കിലും ഒരാളെ ഇന്ദ്രപ്രസിദ്ധി മതി. അങ്ങനെ ഒരു സംശയം വേണ്ട അഷി. നീയോ ദുർഗയോന്നല്ല, നീ മാത്രം. ഇത് നിന്റെ ഭർത്താവിന്റെ വീടാ, എന്ന് വെച്ചാ നിന്റെ വീട്. ഇവിടെ അധികാരം അവകാശം ഒന്നും ദുർഗയ്ക്കില്ല. അവളെയാണ് പുറത്താക്കേണ്ടത്. അതെ, എന്താടി പിശാചേ നിന്റെ ഉദ്ദേശം? എന്ത് ഭാവിച്ച നീ ഇങ്ങോട്ട് കയറി കൂടിയിരിക്കുന്നേ? എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല. ഞാനായിട്ട് ആരെയും ദ്രോഹിക്കാനും വരുന്നില്ല. പക്ഷെ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയ ഞാൻ ഇനി ക്ഷമിക്കുകയില്ല. നീ ഇവിടെ കയറി താമസിക്കുന്നതാ ഏറ്റവും വലിയ ദ്രോഹവും ഉപദ്രവവും. ഇന്ന് എന്റെ സ്ഥാനത്ത് നിന്ന് നീ എന്തിനാടി ചടങ്ങ് ചെയ്തത്? പൂർണിമ ചേച്ചി പറഞ്ഞിട്ടില്ല ഞാൻ അതൊക്കെ ചെയ്തത്. അപ്പൊ പൂർണിമ പറഞ്ഞാ നീ എന്തും ചെയ്യോ? എന്നെ നാ വന്ന് ഇറങ്ങിപ്പോയോ? മറുപടി പറയടി. പൂർണിമ ഞങ്ങളെ തല്ലാൻ പറഞ്ഞാ നീ ഞങ്ങളെ തല്ലോ? ശരിയല്ലാത്തതൊന്നും പൂർണിമ ചേച്ചി ചെയ്യില്ല. ഓ, അപ്പൊ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? അമ്മ വെറുതെ ഇവരോട് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇവിടെ ഇറങ്ങി പോവാൻ പറ. ആരൊക്കെ പറഞ്ഞാലും ഞാനും കിരീടം ഉടനെ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. നാണം കേട്ട് ഇവിടെ നിക്കണെങ്കിൽ അയക്കോ. പക്ഷെ അതൊന്നും ഞങ്ങളുടെ ആരുടെയും ബന്ധം പറഞ്ഞിട്ടാവരുത്. എന്റെ മോൾക്ക് നിന്നെ പോലെ ഒരു ചേച്ചി ഇല്ല. അതുകൊണ്ട് ആ ബന്ധത്തിന്റെ പേരില് ഒരു ആനുകൂല്യം വേണ്ടാന്ന് നീ പൂർണിമയോട് നേരിട്ട് പറയണം. അഷിതയുടെ ചേച്ചി എന്ന പേരിൽ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. മുഖത്ത് നോക്കി നോണ പറയാതിരി. ഇന്ന് വള തരുന്ന ചടങ്ങിലും പൂർണിമ നിന്നെ അഷിയുടെ ചേച്ചി തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടെന്താ നീ അത് വേണ്ടെന്ന് പറയാതിരുന്നത്? അതെങ്ങനെ വേണ്ടാന്ന് പറയും? ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലക്ക് ഒരു വള കിട്ടി എന്താ പുളിക്കോ? കല്ലടി. അതെ, ജോലിയും കൂലിയൊന്നും ഇല്ലാത്തൊരു ദരിദ്രവാസിയാണല്ലോ നിന്റെ ഭർത്താവ്. അപ്പൊ പിന്നെ എവിടുന്ന് എന്ത് ഓസിന് കിട്ടിയാലും കൈനീട്ടി അങ്ങ് വാങ്ങിച്ചോളൂ. അഷി, സൂക്ഷിച്ച് സംസാരിച്ചോണം. എന്റെ ഭർത്താവിനെ പറ്റി മോശം പറഞ്ഞ ഞാൻ ക്ഷമിക്കില്ല. നീ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് വന്ന് പൂർണിമയോട് നിനക്കും അഷിക്കും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നും ആ ബന്ധത്തിന്റെ പേരിൽ ഒരു പരിഗണനയും വേണ്ടെന്നും പറഞ്ഞോണം. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ ഞങ്ങൾക്കറിയാം.
പാടി. അപ്പച്ചി എന്റെ കൈവിട്, ഞാൻ വന്നോളാം. എങ്കി വാ. ഞാൻ ആഗ്രഹിച്ചതൊന്നും ഞാൻ നേടാതിരുന്നിട്ടില്ല പൂർണിമേ. എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ നിന്നോട് ക്ഷമിക്കൊന്ന് കരുതണ്ട. നിന്റെ പിന്നാലെ ഞാൻ കാണും. നിന്റെ നാശം കണ്ടേ ഞാൻ അടങ്ങും. തര ഞാനൊന്ന് പറയട്ടെ. സഞ്ജയ്, ഹായ്. വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോ ഇങ്ങനെയാണോ ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിലുള്ളവരെ എല്ലാവരും സ്വീകരിക്കാറുള്ളത്? ആദിത്യ മര്യാദകളൊക്കെ മറന്നോ? ആ ആന്റി, സുഖാണോ? വരൂ. താങ്ക് യു ആന്റി. ആന്റിക്കെങ്കിലും അങ്ങനെ പറയാൻ തോന്നിയല്ലോ. പൂർണിമ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇരിക്കേ.